മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് മൃദുമൃതായി തോന്നൂ. ഭാഷയ്ക്കൊരു സർവകലാശാല എന്ന മലയാളിയുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ് തിരൂരിൽ പൂവണിഞ്ഞത്. ഉചിതമായ സ്ഥലത്ത് തന്നെയാണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെയും മഹാകവി വള്ളത്തോളിന്റെയും ജന്മനാടായ വെട്ടത്തുനാട്ടിലാണ് മലയാളികളുടെ ആകെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവകലാശാല നിലകൊള്ളുന്നത്. 2012 നവംബർ 1 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭദ്രദീപം കൊളുത്തി സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തിരൂരിന്റെ തീരപ്രദേശമായ വാക്കാട് 5 ഏക്കർ സ്ഥലത്ത് താൽക്കാലിക കെട്ടിടം പണിത് 2013 ഓഗസ്റ്റിൽ 5 MA കോഴ്സുകളുമായി ക്ലാസുകൾ ആരംഭിച്ചു. ഇപ്പോൾ 10 മാസ്റ്റർ ബിരുദ കോഴ്സുകളാണുള്ളത്. ഗവേഷണ പഠനങ്ങളായ PhDയും MPhilലും ആരംഭിക്കുന്നതിന്റെ നടപടികൾ പൂർത്തിയായി. 2015 സെപ്റ്റംബറിൽ ആദ്യ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് തികച്ചും കേരളീയമായ ശൈലിയിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ നടന്നു. സമയബന്ധിതമായുള്ള മലയാള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. 22,000-ലേറെ പുസ്തകശേഖരമുള്ള ലൈബ്രറി, മിനി തിയേറ്റർ, മീഡിയ ലാബ്, സെമിനാർ ഹാളുകൾ തുടങ്ങി എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം താമസിയാതെ സ്ഥിരം കെട്ടിടത്തിലേക്ക് മാറും. ഇതിനായി വെട്ടം പഞ്ചായത്തിൽ തന്നെ കനോലി കനാലിന് സമീപം 17 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രാചീന കേരളത്തിന്റെ സാഹിത്യ തറവാടായിരുന്നു വെട്ടത്തുനാട്. മലയാള സർവകലാശാലയിലൂടെ വെട്ടം ആ പാരമ്പര്യം തിരിച്ചുപിടിക്കുകയാണിപ്പോൾ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക സാംസ്കാരിക നായകന്മാരും ഇവിടെ എത്തി. സാഹിതി, ദർശനി തുടങ്ങിയ പരിപാടികൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ജർമ്മനിയിലെ ട്യൂബിക്കൻ സർവകലാശാലയിൽ ഗുണ്ടർട്ട് ചെയർ സ്ഥാപിക്കാൻ കഴിഞ്ഞു. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമഗ്ര മലയാള നിഘണ്ടു ഓൺലൈനായി പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു വലിയ ജോലി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 4 ലക്ഷത്തിലേറെ വാക്കുകൾ ഇന്ന് മലയാളത്തിലുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്ക്. ശബ്ദധാരാവലിയിൽ 98,000 വാക്കുകളേ ഉള്ളൂ. അതാണ് വ്യത്യാസം. മലയാള സർവകലാശാല പ്രാദേശിക വികസനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന ചോദ്യം പ്രധാനമാണ്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സെമിനാറുകൾ, സാഹിത്യ സംവാദങ്ങൾ, ചലച്ചിത്രമേള, പരിശീലന കളരികൾ, തദ്ദേശീയർക്ക് ഉപയോഗിക്കാവുന്ന ലൈബ്രറി, വീട്ടമ്മമാർക്ക് സൌജന്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി, സാമൂഹ്യ സർവേകൾ തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ കുറഞ്ഞ സമയം കൊണ്ട് നടപ്പിലാക്കി. മലയാള സർവകലാശാല എന്നൊരു സ്ഥാപനം ഇവിടെ നാട്ടിൽ വന്നുകൊണ്ട് സാംസ്കാരികമായ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ കഴിഞ്ഞു. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. തിരൂർ മലയാള ഭാഷാ പൈതൃക നഗരം എന്ന ടൂറിസം പദ്ധതി ഉടലെടുത്തത് സർവകലാശാലയിലെ ഒരു സെമിനാറിൽ നിന്നായിരുന്നു. തുഞ്ചൻ പറമ്പ്, വാഗൻ ട്രാജഡി സ്മരണകൾ, മാമാങ്ക സ്മാരകങ്ങൾ, തിരൂർ പുഴ, നിളയോരം പാർക്ക്, പടിഞ്ഞാറേക്കര അഴിമുഖം, സൺ ആൻഡ് സാൻഡ് ബീച്ച് തുടങ്ങി 10-ലേറെ കേന്ദ്രങ്ങൾ ഈ ടൂറിസം കോറിഡോറിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മലയാള സർവകലാശാലയോടൊപ്പം തിരൂരും വളരുകയാണ്. ഭാഷയുടെ പൈതൃക നഗരത്തിലേക്ക് വിരുന്നെത്തുന്നവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ് തിരൂരിലെ നല്ലവരായ നാട്ടുകാർ.